അല്ലാഹുവേ, ഒരു മനുഷ്യൻ അവൻ ഫർദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവനാണെങ്കിൽ, ഫർദ് നമസ്കാരം കഴിഞ്ഞ ഉടനെ സലാം വീട്ടിയ ഉടൻ നമ്മൾ ആയത്തുൽ കുർസി ഓതുന്നവരല്ലേ? എന്താണ് അങ്ങനെ ഓതിയാലുള്ള പ്രതിഫലം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്, ഒരു മനുഷ്യൻ ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് അവൻ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരൊറ്റ മറ മാത്രമാണുള്ളത്. അത് മരണമെന്ന മറയാൻ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നതാ സ്വർഗത്തിലേക്കാണെന്ന് നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആയത്തുൽ കുർസി പതിവാക്കണേ. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ ആയത്തുൽ കുർസി പതിവാക്കണേ. നമ്മുടെ വിഷമങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ, വ്യസനങ്ങൾ മാറാൻ ആയത്തുൽ കുർസി നമ്മൾ ഓതേണ്ടതുണ്ട്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ കണ്ണേറാണ്, സിഹ്റാണ്, അതുപോലെ തന്നെ വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. ആയത്തുൽ കുർസി മറന്നു പോവരുതേ.